Hello everyone, welcome to Big Learning. KCB Worker Short Question Series Cells and Battery ആ ടോപ്പിക്കിലുള്ള എപ്പിസോഡ് 2ലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സീരീസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നും വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉറപ്പിക്കുക. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. First question. Which of the following is the most suitable application of a lead acid battery? ഓരോ ടൈപ്പ് ബാറ്ററിക്കും ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. ഡ്രൈ സെൽ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, വാച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്, ഈ ബാറ്ററിയുടെ ഷേപ്പ് എങ്ങനെയാണ്. ചില ബാറ്ററി ഇപ്പോൾ വാച്ചിൽ ഉപയോഗിക്കുന്നത് സർക്കിൾ ഷേപ്പിലാണ്, അതേസമയം റിമോട്ടിൽ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പ് ബാറ്ററിക്കും ഓരോ ഷേപ്പ് ഉണ്ട്. അപ്പോൾ അതെന്തിനൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വേറെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലെഡ് ആസിഡ് ബാറ്ററി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ബാറ്ററിക്ക് ഒരുപാട് ഏരിയ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആപ്ലിക്കേഷൻസ് അതിന് കൂടുതലുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ പ്രൈമറി ആപ്ലിക്കേഷൻ? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, റിസ്റ്റ് വാച്ച്, മൊബൈൽ ഫോൺ, TV റിമോട്ട്, ദെൻ ഓപ്ഷൻ സി ഓട്ടോമൊബൈൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റംസ്. ഇതിൽ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ഉപയോഗിക്കുന്നത് എന്ത് സെല്ലായിരിക്കും? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഓപ്ഷൻ എ റിസ്റ്റ് വാച്ച്, ഓപ്ഷൻ ഡി TV റിമോട്ട് കൺട്രോൾസ്. ഇതിന് ഉപയോഗിക്കുന്ന സെൽ ഏതായിരിക്കും? ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി പ്രൈമറി സെൽസ്, യൂസ് ആൻഡ് ത്രോ സെൽസ് ആണ്. റിസ്റ്റ് വാച്ചിൻ്റെ ബാറ്ററി കുറച്ച് നാൾ നിൽക്കും, അതേസമയം TV റിമോട്ട് എന്ന് പറയുന്നത് നമുക്ക് വിതിൻ 1 month or 2 months റീപ്ലേസ് ചെയ്യേണ്ട ബാറ്ററിയാണ്. ഓക്കെ, അടുത്തത് മൊബൈൽ ഫോൺ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ഓട്ടോമൊബൈൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. ഈ രണ്ട് ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നത് സെക്കൻഡറി സെൽസ് ആണ് അല്ലേ? സോ ഇതിൽ പ്രൈമറി ആപ്ലിക്കേഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ദ ഓട്ടോമൊബൈൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ റോങ് ആയിരിക്കും. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓട്ടോമൊബൈൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റംസ്. Next question. A battery is rated at 12 volt, 100 ampere hour. Theoretically, it can supply 10 amperes for approximately 5 hours, 8 hours, 10 hours, 20 hours. അതായത് ഒരു ബാറ്ററിയുടെ സ്പെക്കാണ് പറഞ്ഞിരിക്കുന്നത്. 12 വോൾട്ട് ആണ്, 100 ആംപിയർ അവർ. ഓക്കെ, സോ അതിന് 10 ആംപിയർ സപ്ലൈ, 10 ആംപിയർ ഇലക്ട്രിസിറ്റി എത്ര മണിക്കൂർ കൊടുക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 100 ആംപിയർ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപിയർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. അവർ എന്ന് പറയുന്ന ടൈം. അപ്പോൾ ഇവിടെ കറണ്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 10 ആംപിയേഴ്സ്. എത്ര മണിക്കൂർ കൊടുക്കാൻ പറ്റും? അപ്പോൾ 10 ആംപിയറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്? 10 × 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആംപിയേഴ്സ് വെച്ച് 10 മണിക്കൂർ കൊടുക്കാൻ പറ്റുമ്പോഴാണ് ഈ സ്പെക്ക് കറക്റ്റായിട്ട് വരുന്നത്. സോ തിയററ്റിക്കലി, പ്രാക്ടിക്കലി അല്ല, തിയററ്റിക്കലി ദിസ് ബാറ്ററി ക്യാൻ സപ്ലൈ 10 ആംപിയർ ഫോർ 10 hours. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, next question. Cells are connected in mixed grouping mainly to. അപ്പോൾ സെൽസിനെ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ കമ്പൈൻ ചെയ്തും ഉപയോഗിക്കാം. അതായത് സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ n നമ്പർ ഓഫ് സെൽസ് കണക്ട് ചെയ്യുന്നു. പാരലി കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് ഒരേ പൊട്ടൻഷ്യൽ പോയിന്റ് എന്ന് താഴോട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാരലി, അതായത് ഒരേ പൊട്ടൻഷ്യൽ പോയിന്റ്സിന് അക്രോസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും സെൽസ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് ഗുണം? നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് കപ്പാസിറ്റി ആണ് കൂട്ടുന്നത്, ടെർമിനൽ വോൾട്ടേജ് ആണ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി പാരലലി കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ട് കപ്പാസിറ്റിയാണ് കൂട്ടുന്നത്.
ഓക്കെ, പാരലി കണക്ട് ചെയ്യുമ്പോൾ ആ രണ്ട് പൊട്ടൻഷ്യൽ പോയിന്റ്സിൻ്റെയും ഇടയ്ക്കുള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. കറണ്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പം മിക്സഡ് ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ഈസ് മിക്സഡ് ഗ്രൂപ്പിംഗ്? മിക്സഡ് ഗ്രൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ കണക്റ്റിംഗ് സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ഫോർ എക്സാമ്പിൾ, ഒരു മൂന്ന് സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അതുപോലെ 3 പാരലൽ ബ്രാഞ്ച്. ഓക്കെ, ഇങ്ങനെ വരാം. ഓക്കെ, ഇതാണ് മിക്സഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഒരേ ടൈപ്പ്, ഒരേ നമ്പേഴ്സ് സീരീസ് ആയിട്ടും ആ സീരീസ് കോമ്പിനേഷൻ, അതായത് n നമ്പർ ഓഫ് സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ അതേ സീരീസ് കോമ്പിനേഷൻ എത്ര ടൈംസ് വേണോ പാരലിയും കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനെയാണ് മിക്സഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ അഡ്വാൻറ്റേജും പാരലൽ കോമ്പിനേഷൻ്റെ അഡ്വാൻറ്റേജും മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ ഉണ്ടാവും. ഓക്കെ, അതാണ് അതിൻ്റെ ഉപയോഗം. സോ മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ടു ഇൻക്രീസ് ഓൺലി ദ EMF മാത്രം കൂട്ടാനാണോ? അല്ല. ഇൻക്രീസ് ഓൺലി ദ കറണ്ട് കപ്പാസിറ്റി അല്ല. ഓൺലി എന്ന് പറയുമ്പോൾ അത് മാത്രം. അപ്പോൾ വോൾട്ടേജ് മാത്രം കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. കറണ്ട് മാത്രം കൂട്ടാനാണെങ്കിൽ അതിനെ പാരലി കണക്ട് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ സി നോക്കൂ. ഓപ്ഷൻ സി, ഒബ്റ്റെയിൻ ബോത്ത് റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് കപ്പാസിറ്റി, വിച്ച് ഇസ് ട്രൂ. നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പെക്ക് കാണും, അതായത് ഇത്ര ഔട്ട് വേണം, ഇത്ര വോൾട്ടേജ്, ഇത്ര കറണ്ട് ഔട്ട്പുട്ട് വേണം എന്നായിരിക്കും നമ്മളോട് പറയുക. അപ്പോൾ ആ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് മിക്സഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. സംടൈംസ് സീരീസ് ഗ്രൂപ്പിംഗ് വോണ്ട് വർക്ക്, സംടൈംസ് പാരലൽ ഗ്രൂപ്പിംഗ് വോണ്ട് വർക്ക്. അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് മിക്സഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു മീറ്റ് റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് കപ്പാസിറ്റി. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? റെഡ്യൂസ് ബാറ്ററി എഫിഷ്യൻസി. അങ്ങനെ വരുമോ? ഇല്ല. ഇപ്പോൾ ഇങ്ങനെ മിക്സഡ് ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ ബാറ്ററി എഫിഷ്യൻസി ഒന്നുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് മീറ്റ്സ് ദ റിക്വയർഡ് ഔട്ട്പുട്ട്, സോ ദാറ്റ് എഫിഷ്യൻസി ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The condition for obtaining maximum current from cells connected in mixed grouping. മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ കണക്ട് ചെയ്ത സെൽസിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, ഓർ ദ കണ്ടീഷൻ ഫോർ മാക്സിമം കറണ്ട് ഔട്ട്പുട്ട് മാക്സിമം എടുക്കണം. എവിടെ നിന്ന് എടുക്കണം? മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം, ആ തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഇൻഡയറക്ട്ലി ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓരോ സെല്ല് എടുക്കുമ്പോഴും, സെല്ല് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. അതിന് സീരീസ് ആയിട്ട് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റർ വരും. സോ യു ഹാവ് എ സെൽ ഹിയർ വിച്ച് ഇസ് ഒരു E1 എന്ന് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനെ ഞാൻ R1 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ n നമ്പർ ഓഫ് സെൽസ് ഉണ്ട് എങ്കിൽ അത്രയും തന്നെ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ E1 എന്ന് പറയുന്ന റെസിസ്റ്റർ ഒരു വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ സെല്ല് എടുത്ത് അതിന് R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇനി E2 എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അതിന് R2 എന്ന് പറയുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. എങ്ങനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്? ഇവിടെ എന്താ, സെൽസിൻ്റെ ബേസിക് കൺസ്ട്രക്ഷനിലേക്ക് നമ്മളൊന്ന് നോക്കണം. അവിടെ എന്താ ഉള്ള? 2 ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡ് ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലാണ് ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സൊല്യൂഷനിൽ കൂടിയാണ് എന്തുണ്ടാവുന്നത്? ഈ ചാർജസ് പാസ് ചെയ്യുന്നത്. ദെൻ ചാർജസ് ഉണ്ടാവുന്നു, അത് ഈ ഇലക്ട്രോഡ് വഴി ദെൻ പുറത്തേക്കുള്ള ഒരു സർക്യൂട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡ്സ് ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിന് ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒപ്പോസിഷൻ ഇലക്ട്രോലൈറ്റ്സ് എന്ന് തന്നെ ഉണ്ടാവും. അതാണ് ഈ സെൽസിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ചാർജ് ഫോം ചെയ്തു, ആ ഫോം ചെയ്ത ചാർജിന് ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒപ്പോസിഷൻ, അതിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എല്ലാ സെല്ലിനും ഉണ്ട് അല്ലേ? കാരണം എല്ലാ സെല്ലിൻ്റെയും ബേസിക് കൺസ്ട്രക്ഷനിൽ ഇലക്ട്രോലൈറ്റ്സ് വരും. സോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ദെയർ ഫോർ ഓൾ ദ സെൽ. അതിന് മാക്സിമം കറണ്ട് ഉണ്ടാവാൻ എന്താ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്? എക്സ്റ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 0,
Option B, external resistance is equal to internal resistance of the cell. Option C, external resistance is greater than internal resistance. Option D, internal resistance is 0. അപ്പോൾ ഇവിടെ നോക്കിക്കേ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറവും കൂടി നമ്മുടെ മനസ്സിൽ ആലോചിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 2 പോയിന്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ഒരു സെല്ലിനകത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമോ? ഉണ്ടാകും. ഓക്കെ, അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ആ തിയറും കൂടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് ട്രൈ ചെയ്തേ. എന്തായിരിക്കും ഉത്തരം? യു വിൽ ലാൻഡ് ഇൻ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ദാറ്റ് ഇസ് external resistance must be equal to internal resistance of the cell. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൽ എന്താ പറയുന്നത്? ഫോർ ദ മാക്സിമം പവർ ടു ബി ട്രാൻസ്ഫേർഡ്, എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് മസ്റ്റ് ബി ഈക്വൽ ടു ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ സോ ദാറ്റ് മാക്സിമം കറണ്ട് ട്രാൻസ്ഫർ ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൈൻഡിൽ വെക്കേണ്ട 2 പോയിന്റ്സും കൂടെ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ്, സൾഫേഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് കോസ്ഡ് മെയിൻലി ഡ്യൂ ടു. ഇപ്പോൾ സെൽസ് പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൽ. കെയർ ആൻഡ് മെയിൻ്റനൻസ്. അതിൽ പ്രൈമറി സെല്ലിന് കെയർ ആൻഡ് മെയിൻ്റനൻസ് പറയുന്നേ ഇല്ല. കാരണം നമ്മൾ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് വാങ്ങിക്കുന്ന സമയത്തിന് അതിനെന്തെങ്കിലും ലീക്ക് ഉണ്ടോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. പ്രൈമറി സെല്ലിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് അത്രയേ ഉള്ളൂ. അതേസമയം സെക്കൻഡറി സെല്ല് നമുക്കൊരു 5 വർഷം അല്ലെ 10 വർഷത്തേക്ക് ഉപയോഗിക്കേണ്ടതാണ്. മിനിമം 3 years. ഓക്കെ, അത് മുതൽ ദെൻ ഓവർ എ ലോങ് പീരീഡ് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് ബാറ്ററീസ്, സെക്കൻഡറി സെൽസ്. അപ്പോൾ അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടേക്കാണ്. കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചാർജ് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവും. കാരണം ഇപ്പോൾ എല്ലാം ബൂസ്റ്റർ ചാർജേഴ്സാണ് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വിതിൻ 1 hour അല്ലെങ്കിൽ 1.5 hour ഫുള്ളി ചാർജ്ഡ് ആവും. പക്ഷേ അത് കഴിഞ്ഞിട്ടും അത് തന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ടേക്കാണ്. അപ്പം മൊബൈലിൽ തന്നെ ഒരു മെസ്സേജ് വരും, ഫുള്ളി ചാർജ്, യു ക്യാൻ സ്വിച്ച് ഓഫ് ദ സപ്ലൈ എന്ന്. അതും നോക്കാതെ നമ്മൾ കുറേ നേരം അതിൽ തന്നെ ഇട്ടിരുന്നാൽ ചിലപ്പോൾ മൊബൈൽ ഓവറായിട്ട് ഹീറ്റ് ആവും, ചിലപ്പോൾ ചാർജർ ഒരുപാട് ഹീറ്റ് ആവും. ഇത് ഹീറ്റാക്കി ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് പോർഷൻ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്നതായിട്ടൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളത് നോക്കുമ്പോൾ അല്ലെങ്കിൽ കടയിലെ കൊണ്ടുകൊടുക്കുമ്പോൾ പറയും ബാറ്ററി ബൾജ് ആയതാണെന്ന്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള യൂസേജ്, അത് കാരണമാണ് ഇങ്ങനെ ഒരു ബാറ്ററി ബൾജിങ് ഒക്കെ വന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇത് നമുക്ക് അറിയാമെന്നുള്ള സിറ്റുവേഷനാണ്, കാരണം നമ്മളിതെല്ലാം ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ള സിറ്റുവേഷനാണ്. ഇതുപോലെ തന്നെ ഒരു ലെഡ് ആസിഡ് ബാറ്ററി, ഏതെങ്കിലും ഒരു സെക്കൻഡറി സെൽ, ഇനി ആൽക്കലൈൻ ബാറ്ററീസ്, ഇതെല്ലാം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ചാർജ് ചെയ്യുകയോ ഒരു പരിധിയിൽ കൂടുതൽ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒക്കർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സൾഫേഷൻ. സൾഫേഷൻ മാത്രമല്ല, സൾഫേഷൻ ഉണ്ട്, ബക്ലിംഗ് ഉണ്ട്, സെഡിമെൻറ്റേഷൻ ഉണ്ട്, അങ്ങനെ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് സൾഫേഷൻ, ബക്ലിംഗ്, സെഡിമെൻറ്റേഷൻ. അപ്പോൾ സൾഫേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ ചോദ്യം. അപ്പോൾ സൾഫേഷൻ ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് കോസ്ഡ് ഡ്യൂ ടു, ആൻസർ ഞാൻ തന്നെ പറയാം, കീപ്പിംഗ് ദ ബാറ്ററി ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റ് ഫോർ എ ലോങ് ടൈം. ഡിസ്ചാർജ് കുറേ അധിക സമയത്തേക്ക് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുന്നു. അതായത് അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഡിസ്ചാർജ് ചെയ്യേണ്ട ലിമിറ്റ്. ഇപ്പം നോർമലി ഒരു 20% ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററീസ് തന്നെ റെഡായിട്ട് കാണിക്കും. അതുപോലെയാണ് ലെഡ് ആസിഡ് ബാറ്ററി. അതിൽ ഡിസ്പ്ലേ ഒന്നും വരത്തില്ല, ബട്ട് അത് ഓവർ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടും അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ സൾഫേഷൻ. ഓക്കെ, സോ അതാണ് ഉത്തരം. എന്താണ് സൾഫേഷൻ എന്ന് നോക്കിയേ. കണ്ടോ, ബാറ്ററി നോർമലി ഒരു ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുക. പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ പ്ലേറ്റ്സിൽ സൾഫേറ്റ്സ്, എവിടെ നിന്നാണ് സൾഫേറ്റ്സ് ഉണ്ടാവുന്നത്? ഇതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്താ ലെഡ് ആസിഡ് ബാറ്ററിയുടെ? സൾഫ്യൂരിക് ആസിഡ് ആണ്
ഇലക്ട്രോലൈറ്റ്. അതിൽ സൾഫേറ്റ്സ് ഉണ്ടാകുന്നത്. സോ ഓവർ എ ലോങ് പീരീഡ് ഡിസ്ചാർജിങ് വരുമ്പോൾ സൾഫേറ്റ്സ് ഈ പ്ലേറ്റിൽ അക്യുമുലേറ്റ് ചെയ്യും. ഒരു വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. വൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് പ്ലേറ്റ്സിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് സൾഫേഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു, എന്താണ് പ്രശ്നം? എന്താണ് സൾഫേഷൻ വരുമ്പോൾ നോർമലി ഓരോ പ്ലേറ്റിൽ നിന്നും അയോൺസ് മൂവ് ചെയ്യണം. പോസിറ്റീവ് ടു നെഗറ്റീവ് അയോൺസ് മൂവ് ചെയ്യണം. ആ മൂവ്മെൻറ്റിനെയാണ് ഈ സൾഫേറ്റ് പാർട്ടിക്കിൾസ് ബ്ലോക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് കിട്ടുമോ? ഔട്ട്പുട്ട് കുറയും. സോ എഫിഷ്യൻസി ഓഫ് ദ ബാറ്ററി ഗെറ്റ് ഡിക്രീസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് സൾഫേഷൻ. ഇനി അടുത്ത് വരുന്നതാണ് ബക്ലിംഗ്. ബക്ലിംഗ് ഓഫ് പ്ലേറ്റ്സ് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് പ്രൈമർലി ഡ്യൂ ടു. അപ്പോൾ അതിന് മുന്നേ ബക്ലിങ്ങിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. കണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെയാണ്. റെഡ് പോസിറ്റീവാണ്, ബ്ലാക്ക് നെഗറ്റീവ്. ഇങ്ങനെയാണ് പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സെറ്റ് പ്ലേറ്റ് ആണ്. അങ്ങനെ ഒരു 3-4 സെറ്റ് ചേരുമ്പോഴാണ് ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു UPS റൂമിലോ ഇൻവെർട്ടർ റൂമിലോ ഒക്കെ ചെല്ലുമ്പോൾ ബാറ്ററി ഇങ്ങനെ സെറ്റായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നീളവും വീതിയും നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും ഇതുപോലത്തെ ഒരു 4-5 അറേഞ്ച്മെൻ്റ് ആണ് ഒരു കണ്ടെയ്നറിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്ലേറ്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്സ് നോർമലി പാരലായിരിക്കും, പെർഫെക്റ്റ്ലി പാരലായിരിക്കും. ചെറിയൊരു എയർ ഗ്യാപ്പ് മാത്രമേ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവത്തുള്ളൂ. അത് മാറിയിട്ട് അത് ബൾജ് ചെയ്തതാണ് താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ. കണ്ടോ? പ്ലേറ്റ്സ് ബൾജ് ചെയ്ത് വരുന്നത്. ഇതാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബക്ലിങ്ങിൻ്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ബക്ലിങ്ങിൻ്റെ കാരണം ഇസ് ഓപ്ഷൻ ബി, എക്സസീവ് ചാർജിങ് ആൻഡ് ഓവർ ഹീറ്റിംഗ്. എക്സസീവ് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു ടൈമിന് അപ്പുറത്തേക്ക് അതിനെ കൊണ്ട് ചാർജ് ചെയ്യുക. ഒരുപാട് ചാർജ് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത് കാരണമാണ് ബക്ലിംഗ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ബക്ലിംഗ് എന്താണെന്ന് മനസ്സിലായി, അതിൻ്റെ റീസണും മനസ്സിലായി. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളുക. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് ലോ ഇലക്ട്രോലൈറ്റ് ലെവൽ അല്ല, ലോ ചാർജിങ് വോൾട്ടേജ് അല്ല, അഡീഷൻ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ അതും ആവില്ല. ഇതെല്ലാം ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ബാറ്ററിയുടെ ഫിസിക്കലി തന്നെ അതിനെ ഡാമേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് വരുന്ന ഒരു പ്രോബ്ലമാണ് ഷെഡിങ്. ഷെഡിങ് ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി റെഫേഴ്സ് ടു ഡാഷ്. അപ്പോൾ ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയിൽ പോസിറ്റീവ് പ്ലേറ്റും ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റും ഉണ്ട്. അപ്പോൾ ഇതിന്ന് മെറ്റീരിയൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇപ്പോൾ ബാറ്ററി സെക്കൻഡറി സെൽസിൻ്റെ ഒരു പ്രത്യേകത ഏജിങ് അതിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഏജിങ്, ഓക്കെ, അതായത് സമയം കൂടുന്തോറും കാലം കൂടുന്തോറും അതിൻ്റെ കാര്യക്ഷമത കുറയും, അതിന് ഫിസിക്കൽ ഡാമേജസും ഉണ്ടാവും. അതാണ് ഏജിങ്. അപ്പോൾ ഏജിങ് അഫക്റ്റ് ചെയ്യുന്ന ബാറ്ററീസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, അതിൻ്റെ ഇലക്ട്രോഡ്സ് ഉണ്ടല്ലോ, അതൊന്ന് ഏതൊരു ബാറ്ററി ആയിക്കോട്ടെ, ഇപ്പോൾ ലെഡ് ആസിഡ് അല്ല, ആൽക്കലൈൻ ബാറ്ററീസ് ആയാലും ഏത് ബാറ്ററി ആയാലും കാലം ഏജിങ് വരും തോറും അതിൻ്റെ ഫിസിക്കൽ പാർട്ടിക്കിൾസ് പൊടിഞ്ഞ് ഇളകിയിട്ട് വെച്ചേക്കുന്നൊരു ടാങ്ക് ഉണ്ടാവും, അതിൻ്റെ അറ്റത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനെയാണ് ഷെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ലോസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണോ? അല്ല, falling ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽ ഫ്രം ദ പ്ലേറ്റ്സ്. ഇതിൻ്റെ പ്രശ്നം ആക്റ്റീവ് മെറ്റീരിയൽ, അതായത് റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട മെറ്റീരിയലിനെയാണ് ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ തന്നെ പൊടിഞ്ഞ് വീഴുന്നതാണ് ഷെഡിങ്. ഓക്കെ, ഓപ്ഷൻ സി എന്താണ്? കൊറോഷൻ ഓഫ് ബാറ്ററി ടെർമിനൽസ്. ഇതൊരു ടൈപ്പ് ഒരു ഡീറ്റോറിയേഷൻ ആണ് ഷെഡിങ്, കൊറോഷൻ അല്ല. സോ ഓപ്ഷൻ സി റോങ് ആണ്. ഓപ്ഷൻ ഡി ലീക്കേജ് ത്രൂ വെന്റ് പ്ലഗ്സ് അല്ല, ദാറ്റ് ഇസ് ഓൾസോ റോങ്. ഓപ്ഷൻ എ ഇസ് ഓൾസോ റോങ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇത്രയും ചോദ്യങ്ങളും ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ആ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നിങ്ങൾ പഠിക്കണം. ദ സെപ്പറേറ്റർ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ് ടു. ഇപ്പം എന്താണ് സെപ്പറേറ്റർ എന്ന് നോക്കാം. ഇതാണ് സെപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. ഏതെങ്കിലും ഒരു ഇൻസുലേറ്റർ ആണ്
പോറസ് മെറ്റീരിയലാണ് ഉപയോഗിക്കുക. ഓക്കെ, പോറസ് മെറ്റീരിയൽ അതായത് ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ള ചെറിയ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കും നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കുമായിട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ പോറസ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് അയോൺ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഈ പോറസ് മെറ്റീരിയലിൽ കൂടെ നടക്കും. അതേസമയം പോസിറ്റീവ് നെഗറ്റീവും ഇൻ കോണ്ടാക്റ്റ് വരില്ല. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു ഫേസ് ന്യൂട്രലും ടച്ച് ചെയ്യും പോലെയാണ് അല്ലേ? എന്ത് സംഭവിക്കും? അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അത് ഉണ്ടാകാതെ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഈ പോറസ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇതിനെ സെപ്പറേറ്റേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് സെപ്പറേറ്റേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്തിനാണെന്നുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ ഇൻക്രീസ് ദ EMF അല്ല. ഓപ്ഷൻ ബി പ്രിവെന്റ് ഷോർട്ട് സർക്യൂട്ട് വൈൽ അലോയിങ് അയോണിക് ഫ്ലോ. ദാറ്റ് ഇസ് ദ ആൻസർ. ഓപ്ഷൻ സി ഇൻക്രീസ് ചാർജിങ് കറണ്ട്. നോ. ഓപ്ഷൻ ഡി റെഡ്യൂസ് ബാറ്ററി വെയിറ്റ്. അല്ല. സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കി പോസിറ്റീവിനെയും നെഗറ്റീവിനെയും അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നതാണ് സെപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടുഡേയ്സ് ക്ലാസ് ഓൺ സെൽസ് ആൻഡ് ബാറ്ററീസ്. 2 എപ്പിസോഡായിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം നോർമൽ ബാറ്ററി ക്ലാസിഫിക്കേഷൻ അപ് ടു കെയർ ആൻഡ് മെയിൻ്റനൻസ് വരെയുള്ള ടോപ്പിക്സിലുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് കേരള PSCയിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു സെഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം ഉപയോഗം കിട്ടിയെന്ന് വിചാരിക്കുന്നു. വർക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയോടൊപ്പം ഒരു ഗൂഗിൾ ഫോം ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഫില്ല് ചെയ്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.